നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ PCC അധ്യക്ഷനുമായ DK ശിവകുമാറിനെതിരെ പല രീതിയിലും ഒളിയമ്പുകൾ കോൺഗ്രസിലെ തന്നെ പ്രാദേശിക നേതാക്കൾ ഗുണങ്ങളെല്ലാം പറ്റിയിട്ട് ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സിദ്ധരാമയ്യ JDS, അതായത് ജനതാദൾ സെക്യുലർ വിട്ട് കോൺഗ്രസിൽ വന്നിട്ട് 2 പതിറ്റാണ്ടോളം കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിലൊക്കെ ദേവഗൗഡയുമായി സഖ്യം ചേർന്നുകൊണ്ട് ദേവഗൗഡയുടെ പാർട്ടിയിൽ മികച്ച രീതിയിലുള്ള പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്തവനാണ്. എന്നാൽ അദ്ദേഹം പിന്നീട്, ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി 2006-07 കാലഘട്ടത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കാം എന്ന അടിസ്ഥാനത്തിൽ അതിലേക്ക് എത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് കയറിപ്പറ്റിയത്. അപ്പോഴും DK ഒരു അക്ഷരവും എതിർത്ത് പറഞ്ഞില്ല. ഇപ്പോഴിതാ ദേശീയ നേതൃത്വം, AICC നേതൃത്വത്തിൽ വീണ്ടും ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആവശ്യകത വന്നിരിക്കുകയാണ്. കാരണം മല്ലികാർജുൻ ഖാർഗെ എന്ന നേതാവ്, അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും DK പോലൊരു നേതാവിനെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കേണ്ടത് വളരെ ആവശ്യമാകുന്ന ഒരു ഘടകമാണ്. കാരണം ഇന്ത്യ പോലെ നമ്മുടെ മഹത്തായ ഒരു രാജ്യത്ത് എല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസ്സിന് ആവുന്ന വിധത്തിൽ സജ്ജീകരിക്കാനും BJPയോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാനും കോൺഗ്രസ് നേതൃത്വത്തെ പര്യാപ്തമാക്കണമെങ്കിൽ DK പോലൊരു നേതാവിനെ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. കേരളത്തിൽ തന്നെ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അവിടെ കോൺഗ്രസ് വീണ്ടും വിജയിച്ചു. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാനുള്ള ശുഭ സൂചനയാണ്. അതുപോലെ തന്നെയാണ് അസാമിലും കോൺഗ്രസിന് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ ഒരു മികച്ചൊരു സംഘാടകനുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഈസി വാക്ക് ഓവറായി, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. കർണാടകയിൽ അത് വിജയിപ്പിച്ച ഒരാളാണ്. തെലങ്കാനയിലും അദ്ദേഹം ഏറെക്കുറെ അതിനുവേണ്ടി പ്രയത്നിച്ച് അതിൻ്റെ ഫലം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. ദേശീയ നേതൃത്വം ഏതൊക്കെ രീതിയിൽ വോട്ടർ പട്ടികയും EVM-നെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും ശക്തമായി മുറവിളി കൂട്ടുമ്പോഴും ഒരു പരിധിവരെ DK ശിവകുമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. പല നെറികേടുകളും ദേശീയ നേതൃത്വം, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷനുമായി ഒത്തുകൂടി കളിക്കുമെന്ന് നന്നായി അറിയുന്ന DK അതിൽ കൂടുതൽ വാചാലനാകാതെ കുറെ കൂടി താഴെത്തട്ടിൽ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി ചെയ്യുന്നത് മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വിഭിന്നമായി തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. രാഹുലും കൂട്ടരും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ നടപടികളെ പ്രതിരോധിക്കുക തന്നെയാണ്. അത് ശ്ലാഘനീയം തന്നെയാണെങ്കിൽ പോലും DK ഒന്നുകൂടി മികച്ച രീതിയിൽ സംഘാടകനാണ് താൻ എന്ന് ദിവസേന തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.